ചൈന ഇന്ത്യയുടെ ശത്രുവല്ല, ചൈന നമ്മുടെ ശത്രുവല്ല. കോൺഗ്രസ് ഓവർസീസ് യൂണിറ്റ് മേധാവി സാം പിട്രോഡ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ചൈനയെ ശത്രുവായി കണക്കാക്കുന്നത് ഇന്ത്യ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും കോൺഗ്രസ് പറയുന്നു. ഇത് ഇന്ത്യക്കാരുടെ വൈകാരികമായ ദേശീയ താൽപര്യത്തിന്റെ മുകളിൽ കോൺഗ്രസ് നൽകുന്ന പ്രഹരമാണ്. ഇപ്പോൾ ഇത് പറഞ്ഞ കോൺഗ്രസ് ഓവർസീസ് യൂണിറ്റ് മേധാവി സാം പിട്രോയുടെ അഭിപ്രായം മുൻകാലത്തും കോൺഗ്രസിനുണ്ടായിരുന്നോ? 1962 ഇന്ത്യയുടെ 41,000 ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്ന ആക്സൻ ചിൻ എന്ന വലിയ ഭൂപ്രദേശം ആരാണ് ചൈനയ്ക്ക് നൽകിയത്? കോൺഗ്രസ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അന്ന് ചൈന യുദ്ധം നടത്തി ഏകപക്ഷീയമായി ഇന്ത്യൻ ഭൂമി കയ്യേറി വന്നത് ന്യൂഡൽഹി അറിഞ്ഞില്ല. ഒരു മാസശേഷമാണ് ചൈനയുടെ കയ്യേറ്റത്തിന് ഇന്ത്യ പ്രതികരിക്കുന്നത്. 1962 യുദ്ധം എന്ന് പറയാൻ പോലുമാകില്ല, കാരണം എല്ലാം ഏകപക്ഷീയമായ കയ്യേറ്റമായിരുന്നു. ചൈന നമ്മുടെ രാജ്യത്തിന്റെ തമിഴ്നാടിനേക്കാൾ വലിയ ഭൂപ്രദേശമാണ് നെഹ്റുവിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത്. നെഹ്റു അത് തടഞ്ഞില്ല എന്ന് മാത്രമല്ല, തിരിച്ചെടുത്തുമില്ല. ഇന്നേക്ക് 62 വർഷമാവുകയാണ് നാണംകെട്ട ആ പരിപാടിക്ക്. ആ ചൈന എങ്ങനെ നമ്മുടെ സുഹൃത്താകും? ഇനി എങ്ങനെയാണ് ചൈന നമുക്ക് സുഹൃത്താകുന്നത്? 2020 ചൈന ഇന്ത്യ ഏറ്റുമുട്ടലുകൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക നിലപാടിന്റെ ഭാഗമാണ്. 2020 മെയ് 5 മുതൽ ചൈന ഇന്ത്യൻ സൈനികർ ചൈന ഇന്ത്യൻ അതിർത്തിയിലെ സ്ഥലങ്ങളിൽ ആക്രമണാത്മക നടപടികളിലും മുഖാമുഖങ്ങളിലും ഏറ്റുമുട്ടലുകളിലും ഏർപ്പെട്ടിരുന്നു. 2020 ജൂൺ 16 നടത്തിയ പോരാട്ടത്തിൽ 20 ഇന്ത്യൻ സൈനികർ മരിച്ചു. ഈ ചൈന എങ്ങനെ നമ്മുടെ സുഹൃത്താകും? ഇന്ത്യൻ അതിർത്തിയിൽ കൂടി നിർമ്മാണം നടത്തുന്നു ഈ ചൈന എങ്ങനെ കോൺഗ്രസെ നമ്മുടെ സുഹൃത്താകും? ഇന്ത്യയുടെ കാശ്മീരിന്റെ ഒരു ഭാഗം ചൈനയുടെ കയ്യിലാണ്. അതായത് 1947 പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് ഫ്രീ ആയി നൽകി. ചുമ്മാ കിട്ടിയത് ആർക്കും ഫ്രീ ആയി നൽകാമല്ലോ. അവിടെ ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമയുടെ, അതായത് ഇന്ത്യയുടെ ഹൃദയമാണ് നൊമ്പരപ്പെട്ടത്. ആ ചൈന എങ്ങനെ ഇന്ത്യയുടെ സുഹൃത്താകും? ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗം എന്ന് പറയുന്ന ആ രാജ്യം എങ്ങനെ നമ്മുടെ സുഹൃത്താകും? ഇന്ത്യയുടെ കാശ്മീരിന്റെ ഭാഗം ലഡാക്കും അവകാശപ്പെടുന്ന ചൈന എങ്ങനെ നമ്മുടെ സുഹൃത്താകും? 2 വട്ടം ഇന്ത്യ ഭരിച്ചിട്ട് മൻമോഹൻ സിംഗിന് അരുണാചലിൽ എത്തുന്നതിനെ ഭീഷണിപ്പെടുത്തി വിരട്ടിയ ചൈന എങ്ങനെ ഇന്ത്യയുടെ സുഹൃത്താകും കോൺഗ്രസെ? നമ്മുടെ ധീര ജവാന്മാർ 2020 ജൂൺ 16 ഗാൽവാനിൽ ചിന്തിയ ചോരയുള്ള വില മറന്നാണോ കോൺഗ്രസ് നേതാവ് ഈ പ്രസ്താവനകൾ? എന്തായാലും അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശത്തിന് നേരെ വളരെയധികം വിമർശനങ്ങൾ ഉയരുകയാണ്. വാർത്താ ഏജൻസിയായ IANS സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന പുറത്തു വന്നത്. ചൈനയിൽ നിന്നുള്ള ഭീഷണി എന്താണ് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് സാം പിട്രോഡയുടെ നിലപാട്. ഇതിനു പുറമെ ചൈനയെക്കുറിച്ച് ശത്രുതാപരമായ ധാരണ സൃഷ്ടിച്ചതിന് സാം പിട്രോഡ US-നെയും കുറ്റപ്പെടുത്തി. കൂടാതെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോട് ഏറ്റുമുട്ടൽ മനോഭാവം പുലർത്തുന്നതിന് ഇന്ത്യയും സാം കുറ്റപ്പെടുത്തി. ആദ്യ ദിവസം മുതൽ ഏറ്റുമുട്ടൽ മനോഭാവമാണ്. ആ മനോഭാവം ശത്രുവിനെ സൃഷ്ടിക്കുന്നു. അത് രാജ്യത്ത് ചില പിന്തുണകൾ സൃഷ്ടിക്കുന്നു. ആ രീതി നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സാം പിട്രോഡയുടെ വാക്കുകളാണ്. ആദ്യ ദിവസം മുതൽ ചൈന ശത്രുവാണെന്ന് കരുതുന്നത് ന്യായമല്ല എന്നും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാന്റെ നിലപാട്. കൂടാതെ ചൈനയുമായി ആശയവിനിമയം വർദ്ധിപ്പിക്കണം അത്രേ, സഹകരിച്ച് പ്രവർത്തിക്കാൻ മുതിരണം അത്രേ. ചൈന എല്ലാ അർത്ഥത്തിലും വളരുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ചൈനയെ പിണക്കാൻ പാടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. സാം പിട്രോഡയ്ക്ക് പുറമെ കോൺഗ്രസ് നേതാവ് രാഹുൽ നിരവധി തവണ ചൈനയോടുള്ള തന്റെ ആരാധന പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2023 മാർച്ചിൽ കേംബ്രിഡ്ജ് ജഡ്ജ് ബിസിനസ് സ്കൂളിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ രാഹുൽ ചൈനയെ സൂപ്പർ പവർ എന്നും പ്രകൃതിയുടെ ശക്തിയെന്നും പ്രശംസിച്ചിരുന്നു. കൂടാതെ ചൈന സാമൂഹിക ഐക്യം നിലനിർത്തുന്നുണ്ടെന്നാണ് രാഹുൽ പുകഴ്ത്തിയത്. 2022 മെയ് മാസത്തിൽ UK സന്ദർശന വേളയിൽ റഷ്യയ്ക്ക് ഉക്രൈൻ പോലെയാണ് ചൈനയ്ക്ക് ലഡാക്ക് എന്ന് രാഹുൽ വാദിച്ചിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വിദേശ ശക്തികളോട് പോലും അന്ന് കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. പിട്രോഡ നേരത്തെയും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. ഇന്ത്യക്കാർക്കിടയിലെ വൈവിധ്യത്തെക്കുറിച്ചുള്ള 2024 അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വംശീയമായി കാണപ്പെടുകയും പ്രധാനമന്ത്രി മോദിയിൽ നിന്ന് പോലും തിരിച്ചടിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹം തന്റെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സ്വയം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വാക്കുകളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു. കോലാഹലത്തെ തുടർന്ന് കോൺഗ്രസ് ഓവർസീസ് മേധാവി സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചു എങ്കിലും 7 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും തലപ്പത്ത് തിരിച്ചെത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം പൊതു തിരഞ്ഞെടുപ്പ് വേളയിൽ അനന്തര അവകാശ നികുതിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായത്തോടെ അദ്ദേഹം മറ്റൊരു തർക്കത്തിന് തുടക്കമിട്ടു. ഇത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യക്കാരുടെ സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്ന് BJP അവകാശപ്പെടാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസുകാരുടെ മുഴുവൻ, കോൺഗ്രസ് എന്ന ആ ഒരു വിഭാഗത്തിന്റെ മുഴുവൻ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിൽ നിന്ന് പുറത്തു വന്ന ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.